നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു വാക്കാണ് അവബോധം. അവയർനെസ് എന്നൊക്കെ പറയും. ബോധവും അവബോധവും വ്യത്യാസമുണ്ട്. അവബോധം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ, ചിന്തകളെ നമ്മൾക്ക് മാറി നിന്ന് കാണുവാനുള്ള ഒരു കഴിവാണ്. പലപ്പോഴും നമ്മൾ അവബോധമുള്ളവരായിട്ടല്ല പ്രവർത്തിക്കുന്നത്. ഒന്നിലും നമുക്ക് അങ്ങനൊരു അവയർനെസ് ഡെവലപ്പ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കാം, എന്തിനാണ് ഈ അവബോധം? ഒരിക്കൽ തിരുവനന്തപുരത്ത് ഒരു സ്വാമിജി ഭഗവത്ഗീതയുടെ ക്ലാസ് എടുത്തു. 108 ദിവസമാണ് അദ്ദേഹത്തിൻ്റെ ഭഗവത്ഗീത യജ്ഞം. അതിൽ ധാരാളം വ്യക്തികൾ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെയാണ് ആറ്റുകാൽ പൊങ്കാല നടന്നത്. ഈ ക്ലാസ് എല്ലാം കഴിഞ്ഞപ്പോൾ അതിലൊരു അമ്മച്ചി സ്വാമിയുടെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കുകയായിരുന്നു. കഴിഞ്ഞ 10 വർഷമായി ഞാൻ ആറ്റുകാല പൊങ്കാലയ്ക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഇപ്രാവശ്യം സ്വാമിജിയുടെ ഭഗവത്ഗീത കേൾക്കാൻ വന്നതുകൊണ്ട് എനിക്ക് പോകാൻ സാധിച്ചില്ല. അതുകൊണ്ട് എന്തെങ്കിലും പാപം എനിക്കുണ്ടാകുമോ എന്നാണ് ചോദ്യം. സ്വാമിജി എന്ത് ഉത്തരം പറയും? സ്വാമിജി വല്ലാത്ത രീതിയിൽ, കാരണം 108 ദിവസം ഭഗവത്ഗീത കേട്ടിട്ട് യഥാർത്ഥത്തിലുള്ള ഈശ്വരൻ, ദൈവം, തൻ്റെ സ്വരൂപം, ഈ സ്വരൂപത്തെ മറച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇത്രയും വിശദമായി പറഞ്ഞു കൊടുത്തിട്ടും ഈ പാവം അമ്മയ്ക്ക് അതിനെക്കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടായില്ല എന്നുള്ള. അത് അമ്മയുടെ കുഴപ്പമല്ല. ആ അമ്മ തമസിലും രജസിലും പെട്ടുകിടക്കുകയാണ്. അമ്മയ്ക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. കാരണം ഭഗവത്ഗീത കേൾക്കുന്ന ആൾക്ക് ഉണ്ടാകേണ്ട യോഗ്യതകൾ മഹർഷിമാർ പറയുന്നുണ്ട്. ഉപനിഷത്തും ഗീതയുമൊക്കെ സാധാരണ ആളുകൾക്ക് പഠിച്ചാൽ മനസ്സിലാകാത്തതിൻ്റെ കാര്യം അവർ പറയുന്നുണ്ട്. അങ്ങനെ ഒരു യോഗ്യത ഇല്ലാത്ത ഒരാൾക്ക് അത് കേട്ടാൽ ഒന്നും സംഭവിക്കില്ല. അതിനുദാഹരണമാണിത്. ഇത് നടന്ന കാര്യമാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ചുറ്റുപാടും ഓരോരുത്തരും, നമ്മളിലും നമ്മുടെ വീട്ടിലും ഒക്കെ നടക്കുന്നത്. ഈ ഒരു അവബോധത്തിൻ്റെ കുഴപ്പമാണ്. എത്രയോ വർഷങ്ങളായി നമ്മൾ ഓർമ്മ വെച്ച നാൾ മുതൽ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, മോസ്കിൽ പോകുന്നുണ്ട്, അതുപോലെ എല്ലാ പുണ്യ സങ്കേതങ്ങളിലും പോകുന്നുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് നമ്മൾക്ക് ഒരു മാറ്റം ഉണ്ടായില്ല? ഇതിനെക്കുറിച്ച് നമ്മൾ അവബോധം നമുക്കുണ്ടാകണം. നമ്മൾ അവെയറാണോ? ഇതാണ് പ്രശ്നം. അപ്പോൾ ഗീത കേട്ടതുകൊണ്ടോ, ഉപനിഷത്ത് കേട്ടതുകൊണ്ടോ, ഗുരുവിൻ്റെ കൃതികൾ കേട്ടതുകൊണ്ടോ, എത്രയോ മണിക്കൂറുകൾ ധ്യാനിച്ചതുകൊണ്ടോ, ജപിച്ചതുകൊണ്ടോ ഇത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം അവിടെ നമ്മൾ അത് യാന്ത്രികമായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ക്ലാസ്സുകൾ കേൾക്കുന്നത്, ശബരിമലയ്ക്ക് പോകുന്നത്, തീർത്ഥസ്ഥലങ്ങളിലേക്ക് പോകുന്നത്. പലരും അവകാശപ്പെടാറുണ്ട്, ഞാൻ ഇത്രയും പ്രാവശ്യം ശബരിമലയിൽ പോയി, ഞാൻ ഇത്ര പ്രാവശ്യം ഹിമാലയത്തിൽ പോയി, അല്ലെങ്കിൽ ഞാൻ ഹിമാലയത്തിലാണ് തപസ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന കാമക്രോധ ലോഭ മോഹ മതമാത്സര്യാദികളെ തിരിച്ചറിയാതെ, അതിനെക്കുറിച്ച് അവെയറാകാതെ, അവബോധമുണ്ടാകാതെ ജീവിച്ചിട്ട് എന്ത് കാര്യം? അപ്പോൾ പഠിപ്പിക്കുന്നത് നമ്മളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ പറയുന്ന തത്വമസി അല്ലെങ്കിൽ അഹം ബ്രഹ്മാസ്മി, ഇതിനെക്കുറിച്ച് നമ്മൾ അവെയറാണോ? ഇതിനെ തടസ്സപ്പെടുത്തുന്നത് എനിക്ക് എന്തുകൊണ്ട് ആ ഒരു അവെയർനെസ്സിലേക്ക് വരാൻ പറ്റുന്നില്ല? അപ്പോൾ യാന്ത്രികമാകുകയാണ്. യാന്ത്രികമാകുമ്പോൾ നമ്മൾക്ക്, നമ്മുടെ ബുദ്ധിക്ക് യാതൊരു അവിടെ ചുമതലയുമില്ല. ബുദ്ധിയും യാന്ത്രികമായിട്ട് പോകുന്നു. അപ്പോൾ പലതിനെയും നമുക്ക് തരംതിരിച്ചറിയേണ്ടത് ബുദ്ധി ഉപയോഗിച്ചിട്ടാണ്. ആ ബുദ്ധിയും മന്ദീഭവിച്ചു പോയാലോ, തമസിലും രജസിലും പെട്ടുപോയാലോ? അതുകൊണ്ടാണ് ഇത്രമാത്രം നമ്മളുടെ ക്ലാസ്സുകൾ, സത്സംഗങ്ങൾ, പുണ്യക്ഷേത്ര ദർശനം, അതേപോലെ പുണ്യ തീർത്ഥങ്ങൾ, ഇവിടെയൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോഴും നമ്മളിൽ മാറ്റമില്ലാതിരിക്കുന്നതിൻ്റെ കാരണം ഈ ഒരു അവബോധത്തിൻ്റെ കുറവാണ്.
പാക്കനാരുടെ കഥയിലൊക്കെ നിങ്ങൾക്ക് അത് തിരിച്ചറിയാൻ പറ്റും. ഒരാൾ കാശിക്ക് പോയപ്പോൾ ഒരു വടി കൊണ്ടുപോകാൻ പറഞ്ഞിരുന്നു. പക്ഷേ ആ വടിക്കൊരു വളവുണ്ടായിരുന്നു. എല്ലാ തീർത്ഥത്തിലും അത് മുക്കിക്കൊണ്ടാണ് വന്നത്. തിരിച്ചു വന്നപ്പോഴും ആ വടി വളഞ്ഞു തന്നെയാണ് ഇരുന്നത്. ഇതുപോലെയാണ് ഓരോ സ്ഥലത്ത് പോയി നമ്മൾ മുങ്ങി വഴിപാടുകളൊക്കെ കഴിച്ചാലും നമ്മൾ അതിലേക്ക് ഉണർന്നിട്ടില്ലെങ്കിൽ, ശ്രീനാരായണ ഗുരുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഉണരരുത് ഇനി ഉറങ്ങിടാതിരുന്നിടണം. അപ്പം നമ്മൾ ഉണരാതിരിക്കണം. എന്തിലേക്ക്? ഈ അറിവില്ലായ്മയിലേക്ക്. നമ്മൾ ഉണർന്നു തന്നെ ഇരിക്കണം. ഇനി ഉറങ്ങിടാതിരുന്നിടണം എന്ന് പറയുന്നതാണ്. ആ ഉറങ്ങാതിരിക്കുന്ന അവസ്ഥയാണ് അവബോധം എന്ന് പറയുന്നത്. നമ്മുടെ സാധാരണയുള്ള ഉറക്കത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്, അവബോധത്തെക്കുറിച്ചാണ്, അവയർനെസ്സിനെ കുറിച്ചാണ്. അങ്ങനെ നമ്മൾ അവെയർ ആയിരിക്കുമ്പോഴാണ് ഇവിടെ നമ്മുടെ മനസ്സിൽ നടക്കുന്ന പ്രശ്നങ്ങളെ, നമ്മുടെ ബുദ്ധി നമ്മളെ വഴിതെറ്റിച്ചു കൊണ്ടുപോകുമ്പോൾ ഇവിടെയൊക്കെ നമുക്ക് സാക്ഷ്യഭാവത്തിൽ ഇതിനെ തിരിച്ചറിയാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു അവബോധം ചെറിയ പ്രായത്തിൽ തന്നെ ഓർമ്മ വയ്ക്കുന്ന നാൾ മുതൽ കുഞ്ഞുങ്ങളിലേക്ക് നമ്മൾ പകർന്നു കൊടുത്താൽ ആ കുട്ടികൾക്ക്, ആ ജനറേഷൻ രക്ഷപ്പെട്ടു പോകും. അതല്ലെങ്കിലോ വീണ്ടും നമ്മൾ യാന്ത്രികരായി. ഇന്ന് നമ്മുടെ കുട്ടികളെ ശ്രദ്ധിച്ചാൽ അറിയാം, അവർക്ക് എല്ലാം യാന്ത്രികമാണ്. അച്ഛനും അമ്മയും തമ്മിലുള്ള, അച്ഛനോടും അമ്മയോടും തമ്മിലുള്ള ആ ബന്ധങ്ങളെക്കുറിച്ചോ സ്നേഹത്തെക്കുറിച്ചോ ആ കെട്ടുറപ്പിനെക്കുറിച്ചോ ആത്മബന്ധത്തെക്കുറിച്ചോ അവർക്ക് യാതൊരു അവബോധവുമില്ല. കാരണം നമ്മൾ അവരെ ആ രീതിയിലൊന്നും പഠിപ്പിക്കുന്നില്ല. വിശ്വാസമല്ല, മറിച്ച് ഇതിനെക്കുറിച്ചുള്ളൊരു അവബോധം നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കുന്നില്ല. മഹർഷിമാരെല്ലാം സൂചിപ്പിച്ചത് അവബോധമുള്ളവരായി ഇവിടെ ജീവിക്കാനാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാകില്ല. അഥവാ ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോഴും അതിനെ അതിജീവിക്കുവാനുള്ള ആ കെൽപ്പും നമുക്കുണ്ടാകും. തീർച്ചയായിട്ടും എല്ലാവർക്കും അതിന് സാധിക്കട്ടെ.